പ്രിയപ്പെട്ടവരെ, നമ്മൾ 7ൻ്റെ ഓറിൻ്റെ എ പാർട്ട് വരെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതായത് 6th ടേം ഓഫ് ദ GP 1/2, 1/4, 1/8 എക്സെട്ര. അത് നമുക്കറിയാം. GPയുടെ nth ടേമിൻ്റെ ഫോർമുല n = a × r⁻n−1 1/2, 1/4, 1/8 എക്സെട്ര എന്ന് പറയുന്ന GPയുടെ ഫസ്റ്റ് ടേം a 1/2 ആണെന്നും കോമൺ റേഷ്യോ 6 കിട്ടാനായിട്ട് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ മതി. അതായത് 1/4/1/2 1/4 × 2/1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 എന്നാണ്. അപ്പോൾ r 1/2 ആണ്, എയും 1/2 ആണ്. ഈ ഫോർമുല n = a × r⁻n−1ലേക്ക് നമ്മൾ ഇത് രണ്ട് വിലയും കൊടുക്കുവാണ്. അപ്പോൾ a6 കിട്ടും നിങ്ങൾക്ക്. 1/2 × r 1/2 ⁻6 - 1 എന്ന് പറഞ്ഞാൽ 5. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഇവിടെ ⁻1 ഉള്ളത് കൊണ്ട് 1/2 ⁻1 + 5 വന്നിട്ട് 6 വരുന്നു. 1/6 1 തന്നെ, ബൈ 2/6 1/2/6 64 ആണ്. അങ്ങനെ നമുക്ക് എ പാർട്ടിൻ്റെ ആൻസർ കിട്ടി. ബി പാർട്ട് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP 13/12 ആൻഡ് ദിയർ പ്രൊഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദി കോമൺ റേഷ്യോ ആൻഡ് ദ ടേംസ് എന്നാണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP, ഒരു GPയുടെ ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ 13/12 ആണെന്നും അവയുടെ പ്രൊഡക്റ്റ് -1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കോമൺ റേഷ്യോ 6 കാണുക, ടേംസും കാണുക. ഇപ്പോൾ ഒരു GPയുടെ കണക്കാണ്. ആദ്യത്തെ 3 ടേംസ് നമ്മൾ സങ്കല്പിക്കണം. ആ സമ്മ എന്നിട്ട് ആ 3 ടേംസിൻ്റെ എടുക്കുമ്പോൾ 13/12, ആ 3 ടേംസിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -1. നമ്മളോട് GPയുടെ ഫസ്റ്റ് 3 ടേംസ് നമ്മൾ തന്നെ എടുക്കാൻ പറഞ്ഞാൽ എടുക്കേണ്ടത് a/r AR എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തിരിക്കുന്നു GP ആണ് കണക്ക്. ഫസ്റ്റ് 3 ടേംസ് B a/r AR. അങ്ങനെ എടുത്ത 3 ടേംസിൻ്റെ സമ്മ് 13/12 പ്രൊഡക്റ്റ് -1 ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സം എന്ന് പറയുമ്പോൾ a/r + a + AR, അത് 13/12. അതിന് നമുക്ക് a പുറത്തെടുക്കാം. എല്ലാ ടീമിലും a ഉള്ളത് കൊണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ 1/r + 1 ഇവിടെ നിന്ന് 6 വരും. r = 13/12 എന്ന് വരും. ഇത്രയുമാണ് ആദ്യം നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്നത്. പിന്നെ പ്രൊഡക്റ്റ് -1 ആയതുകൊണ്ട് a/r × a × AR, അതാണല്ലോ പ്രൊഡക്റ്റ്, അത് -1. പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഒരു ഗുണം കിട്ടി. 6 വെട്ടിപ്പോയി, a³ -1 കിട്ടി. a³ -1 വരുമ്പോൾ എയുടെ വില -1 ആണ്. -1നെ ക്യൂബ് എടുക്കുമ്പോഴാണ് -1 തന്നെ വരുന്നത്. അല്ലാതെ +1നെ ക്യൂബ് എടുത്താൽ -1 വരില്ല. അപ്പോൾ -1നെ ക്യൂബ് എടുത്താൽ മാത്രമേ ഈ -1 വരുള്ളൂ. അപ്പോൾ a³ -1 ആയതുകൊണ്ട് എയുടെ വില -1. ഇങ്ങനെ കിട്ടുന്ന എയുടെ വില -1 ഈ എഴുതി വച്ചേക്കുന്ന ഈ കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പം -1 × 1/r + 1 + r = 13/12 എന്നായിട്ട് മാറും. അപ്പോൾ 6 തന്നെ ഇതിനകത്ത് കാണുന്നുള്ളൂ. r + 1 + 1/r = ഈ മൈനസ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ -13/12. നെഗറ്റീവ് സൈൻ ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് r/LC എടുക്കാം. 3 കൂടെ കൂട്ടാൻ വേണ്ടി r/LC എടുക്കുമ്പോൾ ഇത് r² ആയിട്ട് മാറുന്നു, പ്ലസ് ഇത് 6 ആയിട്ട് മാറുന്നു, പ്ലസ് ഇത് 1 തന്നെ വരുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ r² + r + 1 ഡിവൈഡഡ് ബൈ LCM ആയ 6 = -13/12. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 12 × r² + r + 1 = -13r. 12r² + 12r + 12 ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ +13r = 0. 12r² ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 25r + 12b = 0. a 12, b 25, c 12. അങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ax² + bx + c = 0 എന്ന രൂപത്തിൽ a എന്ന് പറയുന്നത് r² കോയിഫിഷ്യൻ്റ് 12ഉം b എന്ന് പറയുന്നത് r കോയിഫിഷ്യൻ്റ് 25ഉം c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റെയും 12ഉം ആണ്. r വില കാണാനുള്ള ഫോർമുല -b ± √b² - 4ac/2a. ആ ഫോർമുല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. -b ± √b² - 4ac/2a എന്നാണ്. അപ്പം -25 ± √b², 25ൻ്റെ സ്ക്വയർ ആയിട്ട് വരും. അത് 625 ആണ്.
-4 ഇൻറ്റു എ 12 ഇൻറ്റു സി 12 ബൈ 2 ഇൻറ്റു എ 12 -25 പ്ലസ് ഓർ മൈനസ് √625 മൈനസ് ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക 576 വരും ബൈ 24 -25 പ്ലസ് ഓർ മൈനസ് കുറച്ച് നോക്കുക √49 വരും ബൈ 24 -25 പ്ലസ് ഓർ മൈനസ് 7 ബൈ 24 വരും എന്ന് വെച്ചാൽ -25 പ്ലസ് 7 ബൈ 24 ഓർ -25 മൈനസ് 7 ബൈ 24 അങ്ങനെയാണല്ലോ പ്ലസ് ഓർ മൈനസ് എടുക്കേണ്ടത്. -25 പ്ലസ് 7 ബൈ 24 ഓർ -25 മൈനസ് 7 ബൈ 24 -25 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ -18 ബൈ 24 ഓർ ഇത് -32 ബൈ 24 ഈക്വൽ ടു 6 കൊണ്ട് ഹരിച്ചാൽ -3 ബൈ 4 ഓർ ഇത് 8 കൊണ്ട് ഹരിച്ചാൽ -4 ബൈ 3 അങ്ങനെ 6 2 വിലയാണ് കിട്ടിയത് -3/4 ഓർ -4/3 ഇതാണ് കോമൺ റേഷ്യോ. 6ആണ് കോമൺ റേഷ്യോ. ചില കണക്ക് 6ന് 2 വില കിട്ടും, 2 വില എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇനി നമ്മളോട് കോമൺ റേഷ്യോയുടെ കൂട്ടത്തിൽ ആ ടേംസ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ ടേംസ് സങ്കല്പിച്ചത് A/R AR എന്നാണ്. എയും ആറും നമുക്കിപ്പോൾ അറിയാം. A-1ഉം 6ന് 2 വിലയുമാണ് കിട്ടിയിരിക്കുന്നത്. A-1ഉം 6 ആദ്യത്തെ വില -3/4ഉം എടുത്തുകൊണ്ട് ആ 3 ടേംസ് നമ്മൾ എഴുതി വെച്ച് ആൻസർ കൊണ്ടുവരണം. പിന്നെ A-1ഉം രണ്ടാമത്തെ 6 കോമൺ റേഷ്യോ -4/3ഉം വെച്ചുകൊണ്ടും നമ്മൾ ആ ടേംസ് എഴുതി കൊണ്ടുവരണം. അങ്ങനെ ടേംസ് 2 തരത്തിൽ എഴുതി വെക്കണം. When A is equal to -1 and R is equal to -3/4, the terms A/R AR are A-1 കൊടുത്തു ബൈ R -3/4 കൊടുത്തു. ഒരു ടേം അതാണ്. A ആണ് അടുത്ത ടേം, അതായത് -1. അടുത്ത ടേം AR ആണ്, -1 ഇൻറ്റു -3/4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസും മൈനസും ക്യാൻസലായി പോയിട്ട് നേരെ തിരിഞ്ഞ് റെസിപ്രോക്കൽ വന്ന 4/3 വരുന്നു. അടുത്ത -1 വരുന്നു, അടുത്ത 3/4 വരുന്നു. അങ്ങനെ ഒരു ഉത്തരം കിട്ടി. ഇനി A-1ഉം R -4/3ഉം എടുക്കുമ്പോൾ ടേംസ് ആർ A/R എന്ന് പറയണത് -1 ബൈ -4/3 വരുന്നു. A എന്ന് പറയണത് -1 വരുന്നു. AR എന്ന് പറയണത് -1 ഇൻറ്റു -4/3 വരുന്നു. അപ്പോൾ ഈ മൈനസ് ക്യാൻസലായി പോവുകയും റെസിപ്രോക്കൽ എടുക്കുകയും ചെയ്യുമ്പോൾ 3/4 വരുന്നു, -1 വരുന്നു, 4/3 വരുന്നു. അങ്ങനെ ഈ രീതിയിലും ആൻസർ എഴുതി വെക്കണം. അപ്പോൾ 2 രീതിയിൽ ആൻസർ എഴുതി വെച്ചാൽ മാത്രമേ പ്രോബ്ലത്തിന് മാർക്ക് കിട്ടുള്ളൂ. ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഒന്നുകൂടെ പറയാം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP 13/12 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് -1. ഫൈൻഡ് ദി കോമൺ റേഷ്യോ ആൻഡ് ദി ടേംസ്. അപ്പോൾ GPയുടെ 3 ടേംസ് നമ്മൾ എടുക്കണത് A/R AR എന്നാണ്. സമ്മ് 13/12ഉം പ്രൊഡക്റ്റ് -1ഉം ആണെന്നാണ് അവർ പറഞ്ഞേക്കണത്. സം എന്ന് പറയുമ്പോൾ A/R പ്ലസ് A പ്ലസ് AR ആണ് 13/12. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ A/R ഇൻറ്റു A ഇൻറ്റു AR ആണ് -1. ഇതിൽ നമുക്ക് A കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 1/R പ്ലസ് 1 പ്ലസ് R ഈസ് ഇക്വൽ ടു 13/12. ഇതെല്ലാം കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ 6ഉം ക്യാൻസലായിട്ട് A³ ഈസ് ഇക്വൽ ടു -1. A³ -1 വരുന്നതുകൊണ്ട് Aയുടെ വില -1 മാത്രമാണ്. -1നെ ക്യൂബ് എടുക്കുമ്പോഴാണ് -1 തന്നെ കിട്ടുന്നത്. +1 എന്ന വില വരില്ല Aയ്ക്ക്. +1നെ ക്യൂബ് എടുത്താൽ +1 തന്നെയേ കിട്ടുള്ളൂ. അപ്പോൾ A³ -1 വരുമ്പോൾ Aയുടെ വില -1. ഈ Aയുടെ വില -1 നമ്മളിവിടെ കൊടുക്കുന്നു. -1 ഇൻറ്റു ബ്രാക്കറ്റിൽ 1/R പ്ലസ് 1 പ്ലസ് R ഈസ് ഇക്വൽ ടു 13/12. അപ്പോൾ നമുക്ക് ഈ മൈനസ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. -13/12. പിന്നെയുള്ളത് 1/R പ്ലസ് 1 പ്ലസ് R ആണ്. അത് ഞാൻ R പ്ലസ് 1 പ്ലസ് 1/R എന്ന് എഴുതിയേ ഉള്ളൂ. -13/12. ഇനി നമുക്ക് LCM R എടുക്കാം. അപ്പോൾ R² പ്ലസ് R പ്ലസ് 1 എന്ന് ന്യൂമറേറ്ററി വരുന്നു. -13/12. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 12 ഇൻറ്റു R² പ്ലസ് R പ്ലസ് 1 ഈസ് ഇക്വൽ ടു -13R എന്ന് വരുന്നു. 12R² പ്ലസ് 12R പ്ലസ് 12. ഇതും കൂടി LHSലേക്ക് കൊണ്ടുവരുമ്പോൾ +13R ഈസ് ഇക്വൽ ടു 0. 12R² പ്ലസ് 25R പ്ലസ് 12 ഈസ് ഇക്വൽ ടു 0. R ഈസ് ഇക്വൽ ടു -B പ്ലസ് ഓർ മൈനസ് √B² - 4AC/2A എന്ന ഫോർമുലയാണ്. A 12, B 25, C 12. നമ്മൾ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -25 പ്ലസ് ഓർ മൈനസ് √625 -4 × 12 × 12/2 × 12
മൈനസ് 25 പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് 625 മൈനസ് 576/24 മൈനസ് 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49/24 മൈനസ് 25 പ്ലസ് ഓർ മൈനസ് 7/24 അത് രണ്ട് വിലയാണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് 25 പ്ലസ് 7/24 ഓർ മൈനസ് 25 മൈനസ് 7/24. നിങ്ങൾക്കറിയാം ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 18 വരുന്നു /24 ഓർ ഇത് ചെയ്യുമ്പോൾ മൈനസ് 32/24. നമുക്ക് 6 കൊണ്ട് ഹരിച്ചാലും മൈനസ് 3/4 ഓർ ഇത് 8 കൊണ്ട് ഹരിച്ചാൽ മൈനസ് 4/3. അങ്ങനെ രണ്ട് വിലയാണ് കോമൺ റേഷ്യോ കിട്ടുന്നത്. ഇങ്ങനെ ആറിന് രണ്ട് വില ഇട്ടുകൊണ്ടും എന്നാൽ എക്ക് ഒരേ ഒരു വില ഇട്ടുകൊണ്ടും ടേംസ് രണ്ട് തരത്തിൽ എഴുതണം. വെൻ എ ഈസ് ഇക്വൽ ടു -1 ആൻഡ് ആർ ഈസ് ഇക്വൽ ടു -3/4 ദ ടേംസ് a/r a/r ആർ -1 ബൈ -3/4 പിന്നെ a-1 തന്നെ a/r -1 ഇൻറ്റു -3/4. ചെറിയ കാൽക്കുലേഷൻ ചെയ്ത് ഇത് 4/3 -1 3/4 എന്ന ആൻസർ കിട്ടുന്നു. ആൻസർ വരച്ചിടുക. വെൻ എ ഈസ് ഇക്വൽ ടു -1 ആൻഡ് ആർ ഈസ് ഇക്വൽ ടു -4/3 ദ ടേംസ് ആർ a/r -1 ബൈ -4/3 a -1 a/r -1 ഇൻറ്റു -4/3. അപ്പോൾ നമുക്ക് 3/4 വരുന്നു, -1 വരുന്നു, 4/3 വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇനി നമ്മുടെ സി പാർട്ട് ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ് 3 × 1 സ്ക്വയർ പ്ലസ് 5 × 2 സ്ക്വയർ പ്ലസ് 7 × 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതൊരു പ്രത്യേകതയുള്ള ഒരു സീരീസാണ്. ഇത് എ പിയും അല്ല ജി പിയും അല്ല, പക്ഷേ എന്തോ പ്രത്യേകതയുള്ള കുറേ ടേംസ് വരുന്ന ഒരു സീരീസ്. ഏതായാലും ആദ്യത്തെ ടേമിൽ 1 സ്ക്വയർ വന്നിട്ടുണ്ട് ഇൻറ്റു കഴിഞ്ഞിട്ട്, രണ്ടാമത്തെ ടേമിൽ 2 സ്ക്വയറും മൂന്നാമത്തെ ടേമിൽ 3 സ്ക്വയറും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കെത്ത് ടേം നമ്മൾ എ കെ എഴുതുമ്പോൾ കെ സ്ക്വയർ അതിനകത്ത് വരും എന്നുള്ള ഉറപ്പാണ്. കൂടാതെ ആദ്യത്തെ ടേമിൽ 3 വന്നു, രണ്ടാമത്തെ ടേമിൽ 5 വന്നു, മൂന്നാമത്തെ ടേമിൽ 7 വന്നു. ഈ ഫസ്റ്റ് ടേമിൽ 3യും സെക്കൻഡ് ടേമിൽ 5ഉം തേർഡ് ടേമിൽ 7ഉം വന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകത അവിടെയുണ്ട്. ഫസ്റ്റ് ടേമിൽ 3, അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേമിൽ അത് 5 ആയി മാറുന്നു, തേർഡ് ടേമിൽ അത് 7 ആയി മാറുന്നു. ഫസ്റ്റ് ടേമിൽ അത് 3 ആണ്, സെക്കൻഡ് ടേമിൽ അത് 5 ആണ്, തേർഡ് ടേമിൽ അത് 7 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് കാണിക്കുന്ന 1 പ്ലസ് 1 ആണ് ഈ 3 എന്ന് മനസ്സിലായി. 2 ഇൻറ്റു സെക്കൻഡ് ടൈം എന്ന് കാണിക്കുന്ന 2 പ്ലസ് 1 ആണ് ഈ 5 എന്ന് മനസ്സിലായി. 2 ഇൻറ്റു തേർഡ് ടൈം എന്ന് കാണിക്കുന്ന 3 പ്ലസ് 1 ആണ് ഈ 7 എന്ന് മനസ്സിലായി. അപ്പോൾ കെത്ത് ടൈം 2 ഇൻറ്റു കെത്ത് ടൈം എന്ന് കാണിക്കുന്ന കെ പ്ലസ് 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 2k പ്ലസ് 1 എന്നൊരു കാര്യമാണ് 3, 5, 7 വരുന്നത്. 2k പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇത് 2k പ്ലസ് 1 ആയിട്ടും ഇൻറ്റു കെ സ്ക്വയർ ഓരോ ടേമിലും വരുന്നു. അങ്ങനെ നമ്മൾ എ കെ എഴുതുകയാണ് ചെയ്യണത്. എ കെ എങ്ങനെ എഴുതിയത്? 2k പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ. കണ്ടില്ലേ, ഫസ്റ്റ് ടൈമിൽ 3 ശരിയായില്ലേ, കെക്ക് 1 ഇട്ടപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 അതായത് 3 ഇൻറ്റു 1 സ്ക്വയർ അതായത് 3 ഇൻറ്റു 1 സ്ക്വയർ ഫസ്റ്റ് ടൈം വന്നു. ഇനി കെക്ക് 2 ഇട്ടപ്പോൾ 2 ഇൻറ്റു 2 4 പ്ലസ് 1 5 ഇൻറ്റു 2 സ്ക്വയർ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ടൈം കിട്ടി. ഇനി തേർഡ് ടൈമിൽ കെക്ക് 3 ഇട്ടപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് 1 അതായത് 7 ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ നമ്മൾ കെത്ത് ടൈം 2k പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ ആണെന്നും അത് ക്രീ ചെയ്യുമ്പോൾ 2kq പ്ലസ് കെ സ്ക്വയർ ആണെന്നും മനസ്സിലായി. എസ് എന്നിൻ്റെ ഫോർമുല സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n AK, സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n 2kq പ്ലസ് കെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. വേറെ സിഗ്മ എടുക്കുക. 2 പുറത്തെടുത്തോണ്ട് സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n k ക്യൂബ് പ്ലസ് സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n കെ സ്ക്വയർ. 2 ഇൻറ്റു നിങ്ങൾക്ക് സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n k ക്യൂബിൻ്റെ വില അറിയാം, n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n കെ സ്ക്വയർ വില നിങ്ങൾക്കറിയാം, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ഇവിടം വരെ വേണമെങ്കിൽ ആൻസർ എഴുതി നിർത്താം. ഇല്ലെങ്കിൽ രണ്ടിലുള്ള n ഇൻറ്റു n പ്ലസ് 1/2 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് 2 ഉണ്ട്, പിന്നെ ഒരു n ഇൻറ്റു n പ്ലസ് 1/2 കൂടി ഉണ്ട്. അപ്പോൾ ഈ 2ഉം n ഇൻറ്റു n പ്ലസ് 1/2 കൂടി ഒന്ന് വെറുതെ ചെയ്തപ്പോൾ 2 ക്യാൻസലായി പോയിട്ട് n ഇൻറ്റു n പ്ലസ് 1 വരുന്നു എന്ന് വേണമെന്നു. പ്ലസ് ഇവിടെ നിന്ന് നമ്മൾ n ഇൻറ്റു n പ്ലസ് 1/2 പുറത്തെടുത്തു. അപ്പോൾ ബാക്കി 2n പ്ലസ് 1/3 ആണ്. വേണമെങ്കിൽ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1/2 എടുത്തിട്ട് ഇത് ബ്രാക്കറ്റ് 3 LC എടുത്ത്
3n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n പ്ലസ് 1 എന്ന് എഴുതാം. ഇനിയും ചെയ്യണമെങ്കിൽ ചെയ്യാം. n ഇൻറ്റു n പ്ലസ് 1 3 കൂടെ ഗുണിച്ച് 6, പിന്നെ ഇത് ബ്രാക്കറ്റ് മാറ്റി 3n² പ്ലസ് 3n പ്ലസ് 2n ചെയ്യുമ്പോൾ 5n പ്ലസ് 1. അങ്ങനെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 6 ഇൻറ്റു 3n² പ്ലസ് 5n പ്ലസ് 1 എന്നൊക്കെ എഴുതി നിർത്താം. ഇവിടെ നിർത്തിയാലും ഇവിടെ നിർത്തിയാലും ഒക്കെ ഒരേ മാർക്ക് തന്നെ. പക്ഷേ നിങ്ങൾ ഓർക്കണം 3, 5, 7 എന്ന് പറയുന്നത് 2k പ്ലസ് 1 ആണ്. കാര്യം പഠിച്ചു വയ്ക്കണം. ഇത് k², ഫസ്റ്റ് ടൈമിൽ 1², സെക്കൻഡ് ടൈമിൽ 2², തേർഡ് ടൈമിൽ 3² ഗുണിക്കുന്നു. അപ്പോൾ kth ടൈമിൽ ഇൻറ്റു k² വരുന്നു. പക്ഷേ 3, 5, 7 എക്സെട്ര വരുമ്പോൾ 2k പ്ലസ് 1 ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റിൻ്റെ എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം. കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞു തരുവാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് nth ടേം ഓഫ് an AP Tn 3n-2 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് D കാണാനാണ്. അതൊരു പാടുമില്ല. nth ടേമിന് Tn എന്നും പറയും an എന്നും പറയും. ഒരു APയുടെ nth ടേം Tn 3n-2 ആണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാമല്ലോ. Tn 3n-2 കോമൺ ഡിഫറൻസ് D കാണാൻ ചോദിച്ചാൽ T1ഉം T2 അറിഞ്ഞാൽ മതി. T1 T2 അറിഞ്ഞിട്ട് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്താൽ കോമൺ ഡിഫറൻസ് D കിട്ടിക്കോളും. അപ്പോൾ T1 കാണാൻ എന്നിന് 1 ഇട്ടാൽ മതി. 3 × 1 -2, അപ്പോൾ 3 - 2 1 ആണ്. ഈ n സ്വല്പം താത്തിയാണ്, അതുകൊണ്ട് ഈ 1, 2 ഒക്കെ സ്വല്പം താത്തിയാണ്. T2 കാണാൻ 3 × 2 -2, 6 - 2 4 ആണ്. അപ്പോൾ D കാണാൻ T2 - T1 4 - 1 3 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ AP ഫസ്റ്റ് ടൈം 2 സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് ദി സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. ഇപ്പോൾ AP ആണ് കണക്ക്. ഫസ്റ്റ് ടൈം A1 അല്ലെങ്കിൽ A2 ആണ്. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് അടുത്ത 5 ടേംസിൻ്റെ സമ്മിൻ്റെ 1/4 ആണ്. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെക്സ്റ്റ് 5 ടേംസിൻ്റെ 1/4 എന്ന് വെച്ചാൽ 1/4 ഇൻറ്റു ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. ഷോ ദാറ്റ് 20th ടേം ഈസ് -112. AP ആണ് കണക്ക്. ഫസ്റ്റ് ടൈം 2 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റുനാണ് ഈ ബ്രാക്കറ്റ്. സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് നമുക്കറിയാം. ഒരു APയുടെ ആദ്യത്തെ 5 ടൈം A1 + A2 + A3 + A4 + A5 ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് A6 + A7 + A8 + A9 + A10. ഈ 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 ഇൻറ്റു A1 പ്ലസ് ഫസ്റ്റ് ടൈം A1ന് A എന്ന് കൊടുത്തു, പ്ലസ് A2ന് A+D എന്ന് കൊടുത്തു. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി A+D. A3ക്ക് A+2D കൊടുക്കാം. A4ന് A+3D കൊടുക്കാം. A5ന് A+4D കൊടുക്കാം. കാരണം AN A+n-1 × D ആയതുകൊണ്ട് A3 എന്തായിരിക്കും A+2D, A4 എന്തായിരിക്കും A+3D, A5 എന്തായിരിക്കും A+4D, അപ്പോൾ A2 എന്തായിരിക്കും A+D, അപ്പോൾ A1 എന്തായിരിക്കും A. അങ്ങനെ നമ്മൾ Aയും Dയും ഇട്ടെഴുതി. ഇത് നമ്മൾ ഈ 4നെ ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇത് മാത്രമേ എഴുതാനുള്ളൂ. A6 A+5D പ്ലസ് A7 A+6D പ്ലസ് A8 A+7D പ്ലസ് A9 A+8D പ്ലസ് A10 A+9D. നിങ്ങളൊന്ന് ആലോചിച്ച് 4 ഇൻറ്റു ഇത് എകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 5Aയും ഡികളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1ഉം 2ഉം 3D, പിന്നെ ഒരു 3D കൂട്ടുമ്പോൾ 6D, പിന്നെ ഒരു 4D കൂട്ടുമ്പോൾ 10Dയും കിട്ടുന്നു. ഈ വശത്ത് 5A പ്ലസ് 5ഉം 6ഉം 11D പ്ലസ് 7D 18D പ്ലസ് 8D 26D പ്ലസ് 9D 35Dയും കിട്ടുന്നു. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 20A പ്ലസ് 40D -5 -35D = 0. 15A പ്ലസ് 5D 0. എയുടെ വില 2. 15 × 2 പ്ലസ് 5D 0. 5D = -30D -6. നിങ്ങൾക്ക് 20th ടേമാണ് ചോദിച്ചത്. A20 എന്ന് വെച്ചാൽ A+19D AN A+n-1 × D ആണ് APക്ക്. അപ്പോൾ A20 എയുടെ വില 2 പ്ലസ് 19 n-1 20 - 1 ഇൻറ്റു D -6 ഇൻറ്റു കഴിഞ്ഞിട്ട് -6 ഇടുക.
അപ്പോൾ 2 + 19 × -6 2 + -114 -112 എന്ന അവർ തന്ന 20ാമത്തെ ടേം തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഷോ ദാറ്റ് A20 ഈസ് -112. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടേം A2 സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ്, അതായത് ഇത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. ഇതേക്കണുണ്ടോ? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. 4 ഇങ്ങോട്ട് ഗുണിച്ചു. എല്ലാ ടേംസും നമ്മൾ എയിലും ഡിയിലും എഴുതി. A1 A2 A + D, A3 A + 2D, A4 A + 3D, A5 A + 4D, A6 A + 5D, A7 A + 6D, A9 A + 8D, A10 A + 9D. കൂട്ടി വന്നു. എയുടെ വില കൊടുത്തു. അപ്പോൾ ഡിയുടെ വില കിട്ടി. എയും ഡിയും അറിയാമെങ്കിൽ A20 കാണാൻ A + 19D, എയും വിലയിട്ടു ഡിയും വിലയിട്ട് ക്രിയേറ്റ് ചെയ്തു. -112 കിട്ടി. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കോമൺ റേഷ്യോ GP 5/2 5/4 5/8 എക്സെട്ര. ഇത് GP ആണെന്നും 5/2 5/4 5/8 എക്സെട്രയാണ് GP എന്ന് എടുത്തെഴുതുക. കോമൺ റേഷ്യോ 6 കാണാനായിട്ട് A2/A1 5/4/5/2 എന്ന് വെച്ചാൽ 5/4 ഇൻറ്റു 2/5. 5 വെട്ടിപ്പോയി 1/2. 2 4 കൂടെ വെട്ടുമ്പോൾ 1/2 എന്ന് കിട്ടുന്നു. ഒരു ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ഇഫ് ദ സം ഓഫ് എ സർട്ടൺ നമ്പർ ഓഫ് ടേംസ് 24 22 20 എക്സെട്ര ഈസ് 100. 24 22 20 എക്സെട്ര GP അല്ല AP ആണെന്ന് ഉറപ്പാണ്. കുറേ ടേംസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ APയുടെ കുറേ ടേംസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 100 കിട്ടിയെങ്കിൽ ലാസ്റ്റ് ടേം ഏതാണെന്നാണ് ചോദ്യം. നമുക്കിത് AP ആണെന്ന് എടുത്തെഴുതാം. ആ AP 24 22 20 എക്സെട്രയാണെന്ന് എടുത്തെഴുതാം. 24 ഫസ്റ്റ് ടൈം എന്നും കോമൺ ഡിഫറൻസ് D, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് 22 -24 -2 എഴുതാം. കുറേ ടേംസ് കൂട്ടിയപ്പോൾ 100 കിട്ടി. അപ്പോൾ SN 100. എത്ര ടേംസാണ് കൂട്ടിയെന്ന് അറിയത്തില്ല. അപ്പോൾ SN എഴുതണം 100. SNൻ്റെ ഫോർമുല n/2 × 2a + n - 1 × D ആണ് APക്ക്. അത് 100. ഈ /2 ഇങ്ങോട്ട് ഗുണിച്ചപ്പോൾ 200 അത് 100 × 2 200. അപ്പോൾ n × 2a + n - 1 × D ആണ് 200. 2an + n × n - 1 D ആണ് 200. n അകത്തേക്ക് ഗുണിക്കുന്നു. 2an + n × n - 1 D ആണ് 200. കാൽക്കുലേഷൻ ചെയ്യാൻ ശരിക്കും അറിയണം. A പക്ഷേ 24 അപ്പോൾ 2a 48 വരുന്നു. 48 n + n × n - 1 × D -2 ഇൻറ്റു -2 200 ഇൻറ്റു ഇട്ടേച്ച് -2 എഴുതാവുള്ളൂ. 48 n - 2n. ഇത് കണ്ടോ? -2 ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. -2 ഇവിടെ ഇട്ടു ഫ്രണ്ടിൽ. -2n × n - 1 = 200. 48n - 2n² ബ്രാക്കറ്റ് മാറ്റുന്നു. -2n² + 2n ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ +2n = 200. സെക്കൻഡ് ഡിഗ്രി ടൈം ആദ്യം എഴുതി. -2n² ഒരു ടൈം അതിൻ്റെ ചിഹ്നം കൂടി കൂട്ടിയേ വരാവുള്ളൂ. -2n². പിന്നെ ഇത് രണ്ടോടെ 50n ആണ്. പ്ലസ് =200. നമുക്ക് ആദ്യം നെഗറ്റീവ് വേണ്ട. അതുകൊണ്ട് എല്ലാ ടേമിനെയും മൈനസ് കൊണ്ട് അങ്ങ് ഗുണിച്ചു. അപ്പോൾ 2n² - 50n = -200. ഗുണിക്കുമ്പോൾ രണ്ട് സൈഡും എല്ലാ ടേമും ഗുണിക്കണം. ഇനി 2 കൊണ്ട് ഹരിച്ച് ചെറുതാക്കാൻ വേണമെങ്കിൽ അപ്പോൾ n² - 25n പ്ലസ് അപ്പുറം കൊണ്ടുവന്നു +100 = 0. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെറുതായി കൊണ്ടുവരാൻ 2 കൊണ്ട് ഹരിച്ചു. കൂടാതെ ഈ ടൈം ഇപ്പുറം കൊണ്ടുവരികയും ചെയ്തു. n - b ± √b² - 4ac/2a എന്ന ഫോർമുല വെച്ച് A1 n²ൻ്റെ കോയിഫിഷ്യൻ്റ്, B n-ൻ്റെ കോയിഫിഷ്യൻ്റ് -25, C 100. അപ്പോൾ -b എന്താണ്? -b പോസിറ്റീവ് 25 ആണ്. ± √b² 625 ആണ്. -4 × 1 × C 100/2a 2 × 1 25 ± √625 -400/2 25 ± √225/2 25 ± 15/2 അത് 2 വിലയാണ്. 25 + 15/2 ഓർ 25 - 15/2 അതായത് 40/2 ഓർ 10/2. അപ്പോൾ 20 ഓർ 5 എന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ടേം എന്നിൻ്റെ വിലയാണ് നിങ്ങൾക്ക് 20ഉം 5ഉം കിട്ടിയത്. 20 ഓർ 5. അപ്പോൾ n ടേംസ് കൂട്ടിയപ്പോഴാണ് 100 കിട്ടിയത്. അപ്പോൾ 20 ടേംസ് കൂട്ടിയാലും 100 കിട്ടുന്നു. 5 ടേംസ് കൂട്ടിയാലും 100 കിട്ടുന്നു എന്നാണ് വന്നത്. അത് 2 ശരിയാണ്. കാരണം
കുറേ നെഗറ്റീവ് ടേംസ് വരുന്നതുകൊണ്ടാണ് 20 ടേംസ് കൂട്ടിയാലും 5 ടേംസ് കൂട്ടിയാലും ഒരേ ആൻസർ തന്നെ കിട്ടുന്നത്. ലാസ്റ്റ് ടേം ഈസ്, അപ്പോൾ ലാസ്റ്റ് ടേം ചോദിക്കുമ്പോൾ A20 ആകാം അല്ലെങ്കിൽ A5 ആകാം. A20 കാണാനും A5 കാണാനും ANൻ്റെ ഫോർമുല ആവശ്യമുണ്ട്. AN = A+n - 1 × D. അപ്പോൾ A20 A+19 D, A24 24 + 19 × -2 ആണ് D. 24 - 38 - 14. ഇനി A5 A+4 D, 24 + 4 × -2 24 - 8 16. അങ്ങനെ ലാസ്റ്റ് ടേം -14 or 16. രണ്ട് ആൻസറും എഴുതണം. ഒന്നാമത് പറഞ്ഞു തന്നേക്കാം. ഒരു AP-യുടെ, അതായത് 24 22 20 എക്സെട്ര എന്ന് പറയുന്ന AP-യുടെ കുറേ ടേംസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 100 കിട്ടി എങ്കിൽ ആ ലാസ്റ്റ് ടേം എന്താണ്? 24 20 22 20 എക്സെട്ര AP ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് AP ആണ്. ഫസ്റ്റ് ടൈം 24 കോമൺ ഡിഫറൻസ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന -2 ഉള്ള AP. കുറേ ടേംസിൻ്റെ തുക 100. അപ്പോൾ ലെറ്റ് SN 100 എന്ന് എടുത്തു. എത്ര ടേംസാണെന്ന് അറിയാൻ കൊള്ളാത്തതുകൊണ്ട് ലെറ്റ് SN 100 എന്ന് എടുത്തു. n/2 × 2a + n - 1 × D ആണല്ലോ SN, അത് 100/2 ഇങ്ങോട്ട് മാറ്റുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ഇവിടെ 200. n × 2a + n - 1 × D ആണ് 200. 2an + n × n - 1 × D ആണ് 200. 2a എന്ന് പറയുന്നത് A24 ആയതുകൊണ്ട് 40 10 + n × n - 1 × -2 ഈ സമ 200. 48n -2 ഇവിടെ കൊണ്ടുവന്നത് മാത്രം -2n × n - 1 = 200. 48n - 2n² + 2n = 200. സെക്കൻഡ് ഡിഗ്രി ടൈം ആദ്യം -2n² + 50n = 200. ഇനി എല്ലാ ടൈമും മൈനസ് കൊണ്ടങ്ങ് ഗുണിച്ച് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മൈനസ് ഒഴിവാക്കി. അപ്പോൾ 2n² - 50n = -200. ചെറുതാക്കാൻ വേണ്ടി ഡിവൈഡിങ് ബൈ 2 എല്ലാ ടൈമിനെയും ഹരിച്ചപ്പോൾ n² - 25n. ഈ ടൈം ഇപ്പുറം കൊണ്ടുവരികയും ചെയ്തു, ഹരിക്കുകയും ചെയ്തു. അപ്പോൾ +100 = 0. A1 B - 25 C 100. n - b ± √b² - 4ac/2a വിലയിട്ടു. B - 25 ആകുമ്പോൾ -b +25 ± √b² 625 ആണ് ഇതിൻ്റെ സ്ക്വയർ. -4 × 1 × 100/2 × 1 അങ്ങനെ ചെയ്ത് നമുക്ക് 20 or 5 എന്ന് കിട്ടി. 20 ടേംസ് കൂട്ടിയാലും 5 ടേംസ് കൂട്ടിയാലും സം 100 തന്നെ വരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം A20 ആകാം ഓർ A5 ആകാം. A20 കാണാൻ A+19 D ചെയ്യുന്നു, അത് -14 കിട്ടുന്നു. A5 കാണാൻ A+4 D ചെയ്യുന്നു, അത് 16 കിട്ടുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം -14 or 16. 24 22 20 ഇത് നമ്മൾ പുറകോട്ട് പറഞ്ഞു പോയാൽ 18 16 14 12 10 8 6 4 2 പിന്നെ 0 പിന്നെ -2 -4 -6 അങ്ങനെ പോകുമ്പോൾ 20 ടേംസ് കൂട്ടി കഴിയുമ്പോൾ ഈ 100 തന്നെ വരും. എന്നാൽ 5 ടേംസ് 24 22 20 ഇനി 2 ടേംസും കൂടെ 18 16 അത്രയും ടേംസ് മാത്രം കൂട്ടിയാലും 100 കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കുറേ ടേംസ് കൂട്ടുമ്പോൾ 100 കിട്ടുമെന്ന് പറയുമ്പോൾ 2 ആൻസർ വരാനുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, എട്ടാമത്തെ കണക്ക് ഫുള്ള് തീർന്നു. 7ൻ്റെ ഓർ ക്വസ്റ്റ്യൻ തൊട്ട് 8ൻ്റെ എട്ടാമത്തെ AB പിരിവുണ്ട്, പിന്നെ ഓർ ക്വസ്റ്റ്യൻ്റെ AB പിരിവുണ്ട്. അപ്പോൾ ടോട്ടൽ 4 3 7 കണക്കാണ് പഠിപ്പിച്ചത്. 7 കണക്കും പഠിച്ച് എഴുതിയെടുത്ത് ഇനി അടുത്ത പരീക്ഷ എഴുതുക.